വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഹിസ്റ്ററിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന രണ്ടാമത്തെ പാഠത്തിന്റെ ബാലൻസ് ആയിട്ടാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ലോക മഹായുദ്ധങ്ങളെ പറ്റിയാണ്. അതിന്റെ ബാലൻസ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലാസ്റ്റ് ഞാൻ നിർത്തിയ പോർഷൻ നിങ്ങൾക്കറിയാം. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് 3 മൂവ്മെന്റുകൾ പഠിക്കണം. അതിന്റെ പ്രധാനപ്പെട്ട റീസണായി വരുന്ന 3 മൂവ്മെന്റുകൾ. അതിനുശേഷം നമുക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ അഗ്രസീവ് നാഷണലിസം പഠിച്ചായിരുന്നു. അതൊരു കാരണമായി നമ്മൾ പറഞ്ഞതാണ്. പിന്നെ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനുശേഷം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട 3 മൂവ്മെന്റുകൾ, അതാണ് ഇനി നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ 3 മൂവ്മെന്റുകൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഒന്നാമത്തെ മൂവ്മെന്റിന്റെ പേര് പാൻസ്ലാവ് മൂവ്മെന്റ്, രണ്ടാമത്തെ മൂവ്മെന്റിന്റെ പേര് പാൻ ജർമ്മൻ മൂവ്മെന്റ്, മൂന്നാമത്തെ മൂവ്മെന്റിന്റെ പേര് റിവഞ്ച് മൂവ്മെന്റ്. ഇത് മൂന്നും ഇംഗ്ലീഷിലോ മലയാളത്തില് വ്യത്യാസമുള്ളതെന്ന് പറയുന്നത് റിവഞ്ച് മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. റിവഞ്ച് മൂവ്മെന്റിന്റെ മലയാളം എന്ന് പറയുന്നത് പ്രതികാര പ്രസ്ഥാനം എന്നാണ്. അപ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ പരസ്പരം വൈരാഗ്യത്തിലിരിക്കുന്ന ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ ശത്രുതയിൽ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ 3 മൂവ്മെന്റുകൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ്, 2 ഗ്രൂപ്പായി പിരിഞ്ഞ കാര്യം നമ്മൾ പഠിച്ചതാണ്. 2 ഭാഗങ്ങളായി യൂറോപ്യൻ രാജ്യങ്ങൾ അവരവരുടെ മിത്രങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് 2 ഗ്രൂപ്പുകളായി ഡിവൈഡ് ആയ കഥ നമ്മൾ പഠിച്ചതാണ്. ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റിറ്റിയും എന്ന ഈ 2 ഗ്രൂപ്പുകളെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. പ്രധാനപ്പെട്ട യൂറോപ്യൻ രാഷ്ട്രങ്ങൾ 2 ചേരിയായി പിളർന്നതിന് ശേഷം അവർ തങ്ങളുടെ മിത്രങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് 2 ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ടാക്കി. ഒരു ഗ്രൂപ്പിൽ വരുന്നത് ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. അവർ 3 പേരും കൂടെ ഒരു ഗ്രൂപ്പ്. അപ്പുറത്തെ സൈഡില് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. അങ്ങനെ 2 ഗ്രൂപ്പായി അല്ലെങ്കിൽ 2 ഗ്രൂപ്പായിട്ട് ഇവര് വിഭജിക്കുകയും ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യവും ശത്രുതയും വെച്ച് പുലർത്തി. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതിനുശേഷം കൂടാതെ അന്ന് ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കുകളുണ്ട്. അഗ്രസീവ് നാഷണലിസം, അമിതമായ ദേശീയത. ഓവറായിട്ട് സ്വന്തം രാഷ്ട്രത്തെ അമിതമായി സ്നേഹിക്കുകയും അല്ലെങ്കിൽ കുറച്ചുകൂടെ ദേശസ്നേഹം കുറച്ചുകൂടെ ഓവറായി പ്രകടിപ്പിക്കുകയും ചെയ്തത്. അമിതമായ ദേശീയ സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ തീവ്രവാദം പോലുള്ള അല്ലെങ്കിൽ വലിയ വലിയ ദേശീയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ അത് തന്നെ സംഭവിച്ചു. അഗ്രസീവ് നാഷണലിസം, അമിത ദേശീയത. സ്വന്തം രാഷ്ട്രത്തെ അമിതമായി സ്നേഹിച്ചപ്പോൾ സ്വന്തം രാഷ്ട്രമാണ് വലുതെന്ന ചിന്താഗതി അവരുടെ മനസ്സിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പൊ ഇനി അതിനുശേഷം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ റീസൺ ആണ് 3 മൂവ്മെന്റുകൾ. അതിൽ ഒന്നാമതായി നമ്മൾ പറയുന്നത് പാൻസ്ലാവ് മൂവ്മെന്റ് ആണ്. അപ്പൊ പാൻസ്ലാവ് മൂവ്മെന്റ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാന്നുള്ളതേ ഉള്ളൂ. പാൻസ്ലാവ് മൂവ്മെന്റ്, പാൻ ജർമ്മൻ മൂവ്മെന്റും പാൻസ്ലാവ് മൂവ്മെന്റും റിവഞ്ച് മൂവ്മെന്റും ഒരു ബോക്സ് തിരിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. പാൻസ്ലാവ് മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ആശയം പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടി ഒന്ന് വായിച്ചു തരാം. Russia wanted to unite the Slavic people of Serbia, Bulgaria, Greece, etc. in Eastern Europe under her leadership. For this, the Pan-Slav movement was formed with the help of Russia. റഷ്യയാണ് പാൻസ്ലാവ് മൂവ്മെന്റ് ഉണ്ടാക്കുന്നത്. എന്തോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ സ്ലാവ് എന്ന് പറഞ്ഞ ഒരു വംശം, ഒരു റേസ് ആണത്. ഒരു വിഭാഗത്തിൽപ്പെട്ട നമ്മൾ കേട്ടിട്ടുള്ള ആര്യ വംശം, ദ്രാവിഡ വംശം ഇങ്ങനെ കേട്ടിട്ടുള്ളത് പോലെ സ്ലാവ് വംശം എന്ന് പറയുന്ന ഒരു റേസ് ആണ്. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ചേർത്തുകൊണ്ട് റഷ്യ ഫോം ചെയ്ത മൂവ്മെന്റ് ആണ് പാൻസ്ലാവ് മൂവ്മെന്റ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. Russia wanted to unite the Slavic people of Serbia, Bulgaria, Greece, etc. in Europe, Eastern Europe under her leadership. എന്ന് പറഞ്ഞാൽ റഷ്യയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട മൂവ്മെന്റ് ആണ്. For this,
the Pan-Slav movement was formed with the help of Russia. റഷ്യയുടെ സഹായത്തോടെ ഈസ്റ്റേൺ യൂറോപ്പിൽ സ്ലാവ് വംശത്തിൽപ്പെട്ടവരെ ഏകോപിപ്പിച്ചുകൊണ്ട് രൂപം കൊടുത്ത മൂവ്മെന്റ് ആണ് പാൻ-സ്ലാവ് മൂവ്മെന്റ്. രണ്ടാമത് പറയുന്നത് പാൻ ജർമ്മൻ മൂവ്മെന്റ്. അതൊന്ന് വായിച്ചു തരാം. ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഡോമിനൻസ് ഇൻ ദ സെൻട്രൽ യൂറോപ്പ് ആൻഡ് ബാൽക്കൻ provinces, Germany planned to unite the Teutonic people. This pan-German movement came into being under the leadership of Germany. ഇതാണ് പറയുന്നത്. ഇവിടെ മൂവ്മെന്റ് ഉണ്ടാക്കുന്നത്, ഇവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് നമ്മുടെ ജർമ്മനിയാണ്. ജർമ്മനി ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്യൂട്ടോണിക് വംശത്തിൽപ്പെട്ട സെൻട്രൽ യൂറോപ്പിലെയും ബാൽക്കൻ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ആണ്, ബാൽക്കൻ പ്രദേശത്തെയും ട്യൂട്ടോണിക് വംശത്തിൽപ്പെട്ട ആളുകളെ ഏകോപിപ്പിക്കാൻ വേണ്ടി, കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി ജർമ്മനി ഉണ്ടാക്കിയ മൂവ്മെന്റ് ആണ് പാൻ ജർമ്മൻ മൂവ്മെന്റ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പുറത്ത് റഷ്യ ഉണ്ടാക്കിയതാണ് പാൻ സ്ലാവ് മൂവ്മെന്റ്, ഇപ്പുറത്ത് ജർമ്മനിയും ഉണ്ടാക്കി ഒരു മൂവ്മെന്റ്. ഒരു എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പവർ, ശക്തി കൂട്ടാൻ വേണ്ടിയാണ്. ജർമ്മനി മുൻകൈ എടുത്താണ് പാൻ ജർമ്മൻ, പേരിൽ തന്നെ ഉണ്ട് പാൻ ജർമ്മൻ മൂവ്മെന്റ്. ജർമ്മനിയുടെ ലീഡർഷിപ്പോടുകൂടി അവര് ട്യൂട്ടോണിക് വംശത്തിൽപ്പെട്ട ആളുകളെ സെൻട്രൽ യൂറോപ്പിലും ബാൽക്കൻ പ്രദേശത്തുമുള്ള ട്യൂട്ടോണിക് വംശത്തിൽപ്പെട്ട ആളുകളെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സംയോജിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മൂവ്മെന്റ് ആണ് പാൻ ജർമ്മൻ മൂവ്മെന്റ്. ഇനി അടുത്ത റിവഞ്ച് മൂവ്മെന്റ്. ആ പേര് കേൾക്കുമ്പോഴേ അറിയാം, പ്രതികാരം. ആരോ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ മൂവ്മെന്റ് ആണ് അത്. ഇത് വായിച്ചു തരാം. ഇൻ 1871 Germany occupied Alsace-Lorraine, the territories that were under the control of France. To regain these territories, the revenge movement was formed under the leadership of France. 1871 ഫ്രാൻസിന്റെ കയ്യിലുണ്ടായിരുന്ന ചില പ്രദേശങ്ങൾ അവരുടെ ഓപ്പോസിറ്റ് കക്ഷിയിലുണ്ടായിരുന്ന ജർമ്മനി കൈവശപ്പെടുത്തി. ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് ഞാൻ നേരത്തെ വായിച്ച സമയത്ത് പറഞ്ഞതാണ്. അൽസൈസ്, ലോറൈൻ എന്ന പ്രധാനപ്പെട്ട 2 പ്രദേശങ്ങൾ ഫ്രാൻസിന്റെ കയ്യിലിരുന്നതാണ്. ഇത് ജർമ്മനി സ്വന്തമായി അല്ലെങ്കിൽ പിടിച്ചെടുത്തു. ഈ ജർമ്മനി പിടിച്ചെടുത്ത ഈ 2 പ്രദേശങ്ങളെ തിരിച്ചു പിടിക്കുന്നതിനായി ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് റിവഞ്ച് മൂവ്മെന്റ്. ഫ്രാൻസ് ആണ് റിവഞ്ച് മൂവ്മെന്റിന് നേതൃത്വം നൽകുന്നത്. ഇപ്പൊ 3 മൂവ്മെന്റുകൾ മനസ്സിലായി. പാൻസ്ലാവ് മൂവ്മെന്റ് റഷ്യ ആണെങ്കിൽ പാൻ ജർമ്മൻ മൂവ്മെന്റ് ജർമ്മനിയാണ്. മൂന്നാമത് പഠിച്ച റിവഞ്ച് മൂവ്മെന്റിൽ ഫ്രാൻസ് ആണ് ലീഡർഷിപ്പ് നൽകുന്നത്. ഇവരെല്ലാം അവരുടേതായ ശക്തി തെളിയിക്കാൻ വേണ്ടി ഓരോരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇനി അടുത്ത നമ്മൾ പോകുന്നത് 2 ക്രൈസിസ് ആണ് പഠിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാൻ സാഹചര്യമായ അല്ലെങ്കിൽ കാരണമായ 2 പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് പുസ്തകത്തിൽ. അതും സെപ്പറേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൊറോക്കൻ ക്രൈസിസും 2 ബാൽക്കൻ ക്രൈസിസും. മൊറോക്കൻ പ്രതിസന്ധിയും ബാൽക്കൻ പ്രതിസന്ധിയും. മൊറോക്കൻ പ്രതിസന്ധി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ റീസൺ എഴുതുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഓർത്ത് വെച്ചേക്കണം. ആദ്യം 2 ഗ്രൂപ്പായി, ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റിറ്റി, അതിനുശേഷം അഗ്രസീവ് നാഷണലിസം, അതിനുശേഷം നമ്മൾ പാൻസ്ലാവ് മൂവ്മെന്റ്, പാൻ ജർമ്മൻ മൂവ്മെന്റ്, റിവഞ്ച് മൂവ്മെന്റ്. അതിനുശേഷം അടുത്ത റീസണായി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊറോക്കൻ ക്രൈസിസും ബാൽക്കൻ ക്രൈസിസുമാണ്. മൊറോക്കൻ ക്രൈസിസ് ഇത്രയേ ഉള്ളൂ. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള എഗ്രിമെന്റ് പ്രകാരമാണ് ഫ്രാൻസിന് മൊറോക്ക എന്ന സ്ഥലം കിട്ടുന്നത്. അപ്പൊ ഈ സമയം ബ്രിട്ടനും ഫ്രാൻസും ഉണ്ടാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ഫ്രാൻസിന്റെ കയ്യിലുണ്ടായിരുന്ന ഈജിപ്തിലേക്ക് ബ്രിട്ടന് കച്ചവടം ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്നു. ആ സമയം ബ്രിട്ടന്റെ കയ്യിലുണ്ടായിരുന്ന മൊറോക്കോ എന്ന് പറയുന്ന ഐലൻഡിനെ, മൊറോക്കോ എന്ന് പറയുന്ന പ്രദേശത്തെ നമ്മുടെ ഫ്രാൻസിന് കിട്ടുന്നു. ഇവർ രണ്ടുപേരും വെച്ച് മാറിയ സ്ഥലങ്ങളാണ്. മറ്റേ ബ്രിട്ടന്റെ ഡീറ്റെയിൽ ഇവിടെ പറയുന്നില്ല. എന്നാൽ ഫ്രാൻസിന് ബ്രിട്ടന്റെ കയ്യിൽ നിന്നാണ് മൊറോക്കോയെ കിട്ടുന്നത്. അത് 1904 കിട്ടുന്നത്. എന്നാൽ ഈ മൊറോക്കോയെ കിട്ടിയതിന് ശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊറോക്കോയുടെ മേൽ ജർമ്മനി ഒരു കണ്ണു വെച്ചിരുന്നു. അല്ലെങ്കിൽ ജർമ്മനിക്ക് ഈ മൊറോക്കോയെ സ്വന്തമാക്കണമെന്ന് വലിയൊരു താല്പര്യത്തിൽ നിൽക്കുകയായിരുന്നു. കാരണം മൊറോക്കോ എന്ന് പറയുന്ന പ്രദേശം വളരെ സമ്പന്നമായ ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തെ കിട്ടിക്കഴിഞ്ഞാൽ യൂറോപ്പിൽ തന്നെ വലിയൊരു ശക്തിയായി മാറാൻ തങ്ങൾക്ക് പറ്റുമെന്ന് ജർമ്മനിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ ജർമ്മനി ഈ മൊറോക്കോയെ സ്വന്തമാക്കാൻ വേണ്ടി
ഈ സ്വന്തമാക്കാൻ വേണ്ടിയിരുന്ന അവസരത്തിലാണ് ബ്രിട്ടൻ മൊറോക്കോയെ നമ്മുടെ ഫ്രാൻസിന് കൊടുക്കുന്നത്. അപ്പൊ ഈ ഫ്രാൻസിന്റെ കൈവശം മൊറോക്കോ കിട്ടിയപ്പോൾ ഇത് അംഗീകരിക്കാൻ ജർമ്മനി തയ്യാറായില്ല. ജർമ്മനി ഇതിന് മേൽ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. മൊറോക്കൻ ദ്വീപ് വേണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. ഇത് ലോകമഹായുദ്ധത്തിലേക്ക് പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രശ്നം അവിടെ പരിഹരിച്ചു തീർത്തു. എങ്ങനെ പരിഹരിച്ചു തീർത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജർമ്മനിക്ക് ഫ്രാൻസ് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആഫ്രിക്കയിലെ ഒരു പ്രദേശമായിരുന്ന കോങ്കോ എന്നവിടെ പറയുന്നുണ്ട്. ആഫ്രിക്കയിൽ ഫ്രാൻസിന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കോങ്കോ, ഫ്രഞ്ച് കോങ്കോ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പ്രശ്ന പരിഹാരത്തിനായി ജർമ്മനിക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ യുദ്ധമുണ്ടാകും. ഇവിടെ ചെയ്ത എന്താണെന്ന് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഫ്രാൻസ് ഈ ലോക മഹായുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഫ്രാൻസ് ചെയ്തത് ഫ്രഞ്ച് കോങ്കോ എന്ന ഫ്രാൻസിന്റെ കയ്യിലുള്ള സ്ഥലം ജർമ്മനിക്ക് വിട്ടില്ലെങ്കിൽ ജർമ്മനിയിൽ യുദ്ധമുണ്ടാക്കും, മൊറോക്കോ അവിടെ ഒരു പ്രശ്നമാകും. അങ്ങനെ ഫ്രാൻസിന് ബോധ്യമുള്ളത് കൊണ്ട് ഫ്രാൻസ് എന്ത് ചെയ്തു, തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഫ്രഞ്ച് കോങ്കോ എന്ന വിലപിടിച്ച സ്ഥലത്തെ ജർമ്മനിക്ക് വിട്ടുകൊടുത്തു. ആ പ്രശ്നം പരിഹരിച്ചു. പക്ഷേ ഫ്രാൻസിന്റെ മനസ്സിൽ വീണ്ടും ജർമ്മനിക്കെതിരെ ശത്രുത കൂടി. കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന വിലപിടിച്ചൊരു സ്ഥലമാണ് അവർക്ക് നഷ്ടമായത്. അടുത്തെന്ന് പറയുന്നത് ബാൽക്കൻ ക്രൈസിസ് ആണ്. ബാൽക്കൻ ക്രൈസിസും വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പഠിക്കാം. ബാൽക്കൻ ക്രൈസിസിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു കാണുമെങ്കിൽ വായിച്ചു തരാം. അവിടെ പറയുന്നത്, ദ ബാൽക്കൻ റീജിയൻ ഈസ് സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ് ക്ലോസ് ദ ഈജിയൻ സീ ആൻഡ് ദ ബ്ലാക്ക് സീ. It was a part of Ottoman Empire. In 1912, Balkan League, Greece, Bulgaria, Serbia and Montenegro defeated Turkey. However, the conflict among the allied nations in sharing the benefit of war led to the breakup of the league and resulted in wars among them. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത്, ബാൽക്കൻ എന്ന് പറയുന്ന ഒരു ഐലൻഡ് തുർക്കിയുടെ കയ്യിലിരുന്ന സ്ഥലമാണ്. തുർക്കിയെ കുറിച്ച് നമ്മൾ കേട്ടതാണ്, നേരത്തെ 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ തുർക്കി ഭരിച്ചിരുന്ന ഓട്ടോമാൻ സാമ്രാജ്യം അവരുടെ അധികാരം ക്ഷയിച്ചു വന്നപ്പോൾ തുർക്കി ഒരു യൂറോപ്പിന്റെ രോഗിയായി മാറുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ക്ഷയിച്ച രാഷ്ട്രമായി യൂറോപ്പിൽ തുർക്കി മാറി. ഈ തുർക്കിയുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ബാൽക്കൻ, ഒരു ഐലൻഡാണ്. ഈ ബാൽക്കൻ എന്ന് പറയുന്ന ഐലൻഡ് പിടിച്ചെടുക്കാൻ വേണ്ടി യൂറോപ്പിലെ ചില രാഷ്ട്രങ്ങൾ കൂടെ ഒരുമിച്ച് ചേർന്ന് പദ്ധതിയിട്ടു. ആ രാഷ്ട്രങ്ങളുടെ പേരവിടെ പറയുന്നുണ്ട്. 1912 ബാൽക്കൻ ദ്വീപിനെ പിടിച്ചെടുക്കാൻ വേണ്ടി പദ്ധതിയിട്ടത് ഗ്രീസ്, ബൾഗേറിയ, സെർബിയ ആൻഡ് മോണ്ടിനിഗ്രോ. ഇവർ ഇത്രയും പേരും കൂടെ ചേർന്നാണ് പദ്ധതിയിട്ടത്. ഈ പദ്ധതി പ്രകാരം ഇവർ ചേർന്ന് ആക്രമിച്ച് ബാൽക്കനെ പിടിച്ചെടുക്കുന്നു. ബാൽക്കൻ എന്ന ഐലൻഡിനെ, തുർക്കിയുടെ കൈവശം ഉണ്ടായിരുന്ന ബാൽക്കൻ എന്ന ഐലൻഡിനെ ഇവർ പിടിച്ചെടുക്കുന്നു. എന്നാൽ പിന്നീട് പിടിച്ചെടുത്തതിന് ശേഷം ഇവർ തമ്മിൽ, ഈ ഒരുമിച്ച് ചേർന്ന് പിടിച്ചെടുത്ത രാജ്യങ്ങൾ തമ്മിൽ പങ്കിട്ടെടുക്കുന്നതിന് ചെറിയ തർക്കമുണ്ടായി. അവിടെ അത് പറയുന്നുണ്ട്, however the conflict among the allied nations in sharing the benefit of war led to the breakup of the league and resulted in wars among them. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിൾ ആയിട്ട് പറയുന്നത്, ഈ ഒരുമിച്ച് ചേർന്ന് ബാൽക്കനെ അറ്റാക്ക് ചെയ്ത് ബാൽക്കനെ പിടിച്ചെടുത്തതിന് ശേഷം പിന്നീട് ഇവർ തമ്മിൽ, ഈ കൂട്ടുകാരായി ഇവർ തമ്മിൽ ആശയപരമായി പങ്കിട്ടെടുക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ഇത് പിന്നീട് യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ രാഷ്ട്രങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ തമ്മിൽ പരസ്പര ശത്രുതയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് വലിയ ഒരു സംഭവം നടക്കുന്നത്. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞിരിക്കുന്ന ഈ ഒരു ടൈമിലാണ് യൂറോപ്പില് വേറെ ഒരു പെട്ടെന്നുള്ളൊരു കാരണം ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കറിയാം, ഓൾറെഡി ഫ്രാൻസ്, ബ്രിട്ടൻ എല്ലാം ഓപ്പോസിറ്റ് ജർമ്മനിയുമായി അത്രയേറെ അല്ലെങ്കിൽ അത്ര വലിയ ശത്രുതയിൽ എത്തിക്കഴിഞ്ഞു. പരസ്പരം ഇവർ തമ്മിൽ പല കാരണങ്ങൾ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു. യുദ്ധം ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പൊ ഇനി യുദ്ധം ഉണ്ടാകണമെങ്കിൽ അതിന് പെട്ടെന്നുള്ള കാരണം വേണം. അങ്ങനെ ഒരു കാരണം ഉണ്ടായി. ആ കാരണം എന്ന് പറയുന്നത് ഇവിടെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ സഡൻ റീസൺ അല്ലെങ്കിൽ സഡൻ കോസ് എന്തായിരുന്നു, പെട്ടെന്നുള്ള കാരണം എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത്? ഓസ്ട്രിയയുടെ കിരീടാവകാശിയായ ഗാവലോ പ്രിൻസപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ പറയുന്നുണ്ട്,
ഒന്ന് വായിച്ചു തരാം. During this time, a Serbian youth Gavrilo Princip assassinated Francis Ferdinand, the heir to the throne of Austria, at the Bosnian capital Sarajevo in July 1914. 1914 ബോസ്നിയയുടെ തലസ്ഥാനമായ സെർജാവോയിൽ വെച്ച് അവിടെ സന്ദർശനത്തിന് വന്ന ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഗാവ്രിലോ പ്രിൻസിപ്പിനെ ഒരു സെർബിയക്കാരൻ വെടിവെച്ച് കൊല്ലുന്നു. നമുക്കറിയാം ഓസ്ട്രിയ ആ സാഹചര്യത്തിൽ ആ സമയത്ത് ജർമ്മനിയുടെ സഖ്യകക്ഷിയായും ബാൽക്കൻ പ്രതിസന്ധി കഴിഞ്ഞപ്പോൾ സെർബിയ റഷ്യയുടെ ഒരു അല്ലെങ്കിൽ ബ്രിട്ടന്റെയും റഷ്യയുടെയും പക്ഷത്തേക്ക് പോവുകയും ചെയ്തു. ഓൾറെഡി നമ്മൾ പറഞ്ഞ സമയത്ത് ആദ്യം പഠിച്ച സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായതാണ് ഓസ്ട്രിയ ആരുടെ കൂടെയാണെന്ന് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ പിന്നീട് സെർബിയ റഷ്യയുടെ കൂടെ ചേരുകയും ബാൽക്കൻ പ്രതിസന്ധി കഴിഞ്ഞപ്പോൾ റഷ്യയുടെ കൂടെ കൂടുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഓസ്ട്രിയയുടെ കിരീടാവകാശി സെർബിയക്കാരൻ വെടിവെച്ച് കൊല്ലുന്നത്. അതും ബോസ്നിയയിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്നു. അപ്പൊ ഈ സമയം ഓസ്ട്രിയ സെർബിയയോട് വിശദീകരണം ചോദിക്കുകയാണ്, എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് വിശദീകരണം ചോദിച്ചപ്പോൾ സെർബിയ അത് തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് ഓസ്ട്രിയയെ പ്രകോപിപ്പിച്ചു. സ്വന്തം രാഷ്ട്രത്തിന്റെ കിരീടാവകാശിയെ മറ്റൊരു ശത്രു രാഷ്ട്രത്തിലെ ഒരു വ്യക്തി കൊലപ്പെടുത്തിയപ്പോൾ അതിന് വിശദീകരണം ചോദിച്ചപ്പോൾ അവർ അതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. അപ്പോ ഈ സാഹചര്യത്തിൽ ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സെർബിയയെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ സഖ്യരാഷ്ട്രങ്ങൾ കൂടെ വരും. അതാരൊക്കെയാണെന്ന് നമുക്കറിയാം, റഷ്യ, ബ്രിട്ടൻ. ഇപ്പുറത്ത് ഓസ്ട്രിയയെ സഹായിക്കാൻ ജർമ്മനിയും ഇറ്റലിയും പോലുള്ള അവരുടെ കൂട്ടുരാജ്യങ്ങളും വരുന്നത്. അപ്പൊ ഇവിടെ രണ്ട് ഗ്രൂപ്പുകളും അങ്ങ് സെറ്റായി. എന്തിനു വേണ്ടിയാ? പരസ്പരം യുദ്ധത്തിന് വേണ്ടി. 1914 ജൂലൈ 28 ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നുവെങ്കിൽ അന്നാണ് ഒന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത്. ഒന്നാം ലോകമഹായുദ്ധത്തിന് പെട്ടെന്നുള്ള കാരണം ഓസ്ട്രിയയും സെർബിയയും ആയിരുന്നുവെങ്കിൽ അവർ തുടങ്ങി വെച്ച യുദ്ധം പിന്നീട് വലിയ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഏറ്റെടുക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഓസ്ട്രിയയുടെ പിന്നിൽ ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാഷ്ട്രങ്ങളും അപ്പുറത്ത് സെർബിയയുടെ പിന്നിൽ റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും വന്നു ചേർന്നപ്പോൾ ഇത് ഒന്നാം ലോക മഹായുദ്ധമായി മാറുകയാണ് ഉണ്ടായത്. യൂറോപ്പിനെ മാത്രമല്ല ലോകത്താകമാനം ബാധിച്ച ഒരു ലോകമഹായുദ്ധമായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം. കോളനി രാജ്യങ്ങളെ ഉൾപ്പെടെ ഇത് ബാധിച്ചിരുന്നു. നമുക്കറിയാം ആ സമയം നമുക്ക് സ്വാതന്ത്ര്യം തരാമെന്നും പറഞ്ഞ് നമ്മളെ ഇതിൽ പങ്കാളിയാക്കാൻ വേണ്ടി ശ്രമം നടത്തിയതായി നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം തരാം, ഈ യുദ്ധത്തിൽ തങ്ങൾക്ക് ഐക്യദാർഢ്യം അല്ലെങ്കിൽ സപ്പോർട്ട് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടൻ ആ സമയം നമ്മളെ കൂടെ നിർത്തിയത് നമുക്ക് മുൻ ക്ലാസ്സുകളിൽ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നീട് അവർ പറഞ്ഞതുപോലുള്ള വാക്കൊന്നും പാലിച്ചില്ല, നമുക്ക് സ്വാതന്ത്ര്യം തന്നില്ല. പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പിന്നെയും വർഷങ്ങൾ എടുത്തു. ഒന്നാം ലോകമഹായുദ്ധം 1914 ആരംഭിച്ചത്. ഏകദേശം 4 വർഷത്തോളം ഇത് നീണ്ടു നിന്നു. 1918 18 വരെ 19 വരെ എന്നൊക്കെ കണക്ക് പറയുന്നുണ്ട്. എന്നാൽ യുദ്ധക്കെടുതികൾ വർഷങ്ങളോളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച ഒരു ലോകമഹായുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ലോകരാഷ്ട്രങ്ങൾ ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഇൻവോൾവ് ആയി. ഇനി യുദ്ധം കഴിഞ്ഞു. അതിന്റെ ആഫ്റ്റർ മാത്ത് ഓഫ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു അവിടെ പോയിന്റ് വൈസ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വേൾഡ് വാർ എൻഡഡ് ഇൻ 1918. ഇറ്റ് പ്രൊഡ്യൂസ്ഡ് എ ഫാർ റീച്ചിങ് ഇമ്പാക്ട് അക്രോസ് ദ വേൾഡ്. ലോകം മുഴുവനും ഈ ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ പ്രതിസന്ധിയിൽ കെടുതിയിൽ ചെന്നപ്പെടുകയുണ്ടായി. ഇനി എന്തൊക്കെയാണെന്ന് അവിടെ നോക്കാം. ഒന്നാമതായി പറയുന്നത് ഓവർ 10 million people lost their lives or were injured in the war. 10 മില്യൺ ആളുകൾക്കാണ് ജീവിതം നഷ്ടപ്പെടുകയും അതുകൂടാതെ അവർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. 10 മില്യൺ.
അടുത്ത രണ്ടാമതായി പറയുന്നത്, ആദ്യം നമ്മൾ പറഞ്ഞത് 10 മില്യൺ ആളുകൾക്ക് ജീവഹാനി വരികയും പരിക്കേൽക്കുകയും ചെയ്തെന്ന് പറഞ്ഞു. രണ്ടാമതായി പറയാൻ പോകുന്നത് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വെയർ ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി, വ്യവസായം, വാർത്താവിനിമയം മുതലായ മേഖലകൾ തകർന്നു എന്നാണ് പറയുന്നത്. ഈ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ കൃഷി, വ്യവസായം, വാർത്താവിനിമയ മേഖലകൾ തകർന്നു. മൂന്നാമതായി പറയുന്നു പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഇൻക്രീസ്. ഇൻഫ്ലേഷൻ എന്നൊരു പുതിയൊരു പദം അവിടെ പഠിക്കുന്നുണ്ട്. പോവർട്ടി നിങ്ങൾക്കറിയാം, ദാരിദ്ര്യം. അൺഎംപ്ലോയ്മെന്റ് അറിയാം, തൊഴിലില്ലായ്മ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നാണയപ്പെരുപ്പം, പൈസയ്ക്ക് മൂല്യമില്ലാത്ത അവസ്ഥ ഉണ്ടായി. ഇതും ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ സംഭവിച്ചതാണ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ വലിയൊരു അനന്തരഫലമായിരുന്നു. നാലാമതായി പറയുന്നു എക്കണോമിക് ഡൊമിനൻസ് ഓഫ് യൂറോപ്പ് ഡിമിനിഷ്. ലോകത്തിന്റെ ഒരു സാമ്പത്തിക ശക്തിയായിരുന്നു യൂറോപ്പ്, എന്നാൽ അതില്ലാതെയായി എന്നാണ് പറയുന്നത്. അതുവരെ ലോകത്തിന്റെ ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ സാമ്പത്തിക കേന്ദ്രമായിരുന്നു യൂറോപ്പ്. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ യൂറോപ്പിനെ അതൊരു സാമ്പത്തികമായി തകർച്ചയുടെ അല്ലെങ്കിൽ സാമ്പത്തികമായി യൂറോപ്പ് തകരുകയും ആ ഒരു കേന്ദ്ര സ്ഥാനത്ത് നിന്ന്, സാമ്പത്തിക കേന്ദ്രം എന്ന സ്ഥാനത്ത് നിന്ന് യൂറോപ്പിന് പിൻവാങ്ങേണ്ട അല്ലെങ്കിൽ പിന്മാറേണ്ടതായിട്ടും നമുക്ക് കാണാം. അടുത്ത പറയുന്നു ലിബറേഷൻ മൂവ്മെന്റ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്യന്മാർക്ക് ഇഷ്ടംപോലെ കോളനി ഉണ്ടായിരുന്നു. ആ സമയം നമ്മളും ഇന്ത്യക്കാരായ നമ്മളും ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന ഗ്യാപ്പിൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനി രാജ്യങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി, കുറച്ചുകൂടെ പോരാട്ടം ശക്തമാക്കി. കാരണം ചിലപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ തങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയേക്കാം എന്ന പ്രതീക്ഷയോടുകൂടി പല രാജ്യങ്ങളും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ കുറച്ചുകൂടെ ശക്തമാക്കി. അടുത്തതായി പറയുന്നത് in a bid to bring about peace in the world, the League of Nations was formed. ഇനിയൊരു ലോക മഹായുദ്ധം ഉണ്ടാകരുത് എന്ന് ഇനിയൊരു ലോക മഹായുദ്ധം ഉണ്ടാകരുത് എന്ന് വെച്ചുകൊണ്ട് പുതിയൊരു സമാധാന സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നു. സംഘടനയുടെ പേര് ലീഗ് ഓഫ് നേഷൻ എന്നാണ്, മലയാളത്തിൽ സർവരാഷ്ട്ര സഖ്യം. ഇത്രയേ ഉള്ളൂ സംഘടനയുടെ ഉദ്ദേശം, ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇതാണ് ഈ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. ലോകമാകമാനം ഈ യുദ്ധം സ്വാധീനിക്കുകയാണ് ഉണ്ടായത്. ഇഷ്ടംപോലെ പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, ജീവഹാനി ഉണ്ടായി, പരിക്കേറ്റു, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പണപ്പെരുപ്പം, ഇത് കൂടാതെ പല പ്രശ്നങ്ങളും ഉണ്ടായി. യൂറോപ്പ് ഒരു സാമ്പത്തിക കേന്ദ്രമായിരുന്നെങ്കിൽ പിന്നീട് അതല്ലാതായി മാറി. ലാസ്റ്റ് ഇനിയൊരു ലോക മഹായുദ്ധം ഉണ്ടാകരുതെന്ന് കണ്ടുകൊണ്ട് അവിടെ ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. സംഘടനയുടെ പേരാണ് ലീഗ് ഓഫ് നേഷൻ. ഇതിനെല്ലാം ശേഷം ഇനി നമ്മൾ അതിന്റെ അവസാന പാർട്ടിലോട്ട് വരികയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഏറ്റവും അവസാന പാർട്ടിലോട്ട് വരികയാണ്. ഇനി സമാധാന ശ്രമങ്ങളാണ് ഇനി അവിടെ പറയുന്നുണ്ട്. 1919 പാരീസിൽ വെച്ചാണ് ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെക്കുന്നത്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദ വിന്നിംഗ് അലൈസ് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ്. അപ്പൊ സ്വാഭാവികമായിട്ടും വിജയിച്ച രാഷ്ട്രങ്ങളാണ് പാരീസിൽ വെച്ച്. പാരീസ് എന്ന് നമുക്കറിയാം ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ വെച്ച് 1919 വിജയിച്ച രാഷ്ട്രങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂടുകയും അവിടെ വെച്ച് പല ഉടമ്പടികളും ഒപ്പുവെക്കുന്നു. ഈ സമയത്ത് ഒപ്പുവെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉടമ്പടിയെ പറ്റി അവിടെ പറയുന്നുണ്ട്. ആ ഉടമ്പടിയുടെ പേര് വേഴ്സായി ഉടമ്പടി എന്നാണ്. They signed the different treaties with the defeated nation. Among these treaties, the Versailles Treaty signed with Germany in 1919 was the most important one. ഈ പാരീസിൽ വെച്ച് ഒപ്പുവെച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടിയാണ് വേഴ്സായ് ഉടമ്പടി. എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയിച്ച രാഷ്ട്രങ്ങൾ പരാജയപ്പെട്ട രാഷ്ട്രങ്ങളെ കൊണ്ട് അവിടെ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ബാലൻസ് പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് ട്രീറ്റി German colonies were divided among the victorious powers and Germany was forced to pay huge amount as war indemnity.
ഇനി ഇതിനകത്ത് പറയാൻ വിട്ടുപോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ ഞാൻ പറയാം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചത് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പക്ഷമായിരുന്നു. ഇവിടെ പരാജയപ്പെട്ടത് ജർമ്മനിയുടെ പക്ഷമായിരുന്നു. ജർമ്മനിയുടെ ഗ്രൂപ്പാണ് ഇവിടെ പരാജയപ്പെട്ടത്. വിജയിച്ചത് ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും അടങ്ങുന്ന ഗ്രൂപ്പാണ് ഇവിടെ വിജയിച്ചത്. റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഫുള്ളായിട്ടില്ലായിരുന്നു. ഇടയ്ക്ക് വെച്ച് റഷ്യ പിന്മാറുകയാണ് ഉണ്ടായത്. അതിന്റെ റീസണൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. റഷ്യൻ വിപ്ലവം പഠിച്ചതാണ്. റഷ്യൻ വിപ്ലവത്തിൽ പഠിച്ച സമയത്താണ് ഇത് പറയുന്നുണ്ട്. റഷ്യയിൽ ആഭ്യന്തര വിപ്ലവം ഉണ്ടായ കഥയൊക്കെ പറയുന്നുണ്ട്. ഇത് തന്നെ ഇവിടെ സംഭവിച്ചത്. ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് റഷ്യ ലീഡർഷിപ്പിൽ നിന്ന് ബ്രിട്ടന് ലീഡർഷിപ്പ് കൊടുത്തതിന് ശേഷം റഷ്യ പിന്മാറുന്നു. അപ്പൊ ഈ റഷ്യ പിന്മാറിയതിനു ശേഷം വീണ്ടും അവിടെ യുദ്ധം തുടരുകയാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ യുദ്ധത്തിന്റെ വിജയികൾ ബ്രിട്ടനും ഫ്രാൻസും അടങ്ങുന്ന ഗ്രൂപ്പായിരുന്നു. ഇവിടെ പരാജയപ്പെട്ടത് ജർമ്മനിയുടെ ഗ്രൂപ്പാണ്. പരാജയം സംഭവിച്ചത് ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, അതേപോലെ ഇറ്റലി മുതലായ രാഷ്ട്രങ്ങൾ ചേർന്നുണ്ടായിരുന്ന ട്രിപ്പിൾ അലയൻസിനാണ് പരാജയം സംഭവിച്ചത്. ട്രിപ്പിൾ എൻറ്റിറ്റിക്കാണ് ഇവിടെ വിജയം ഉണ്ടായത്. സ്വാഭാവികമായിട്ട് ഈ ട്രിപ്പിൾ എൻറ്റിറ്റിയിൽ ഉണ്ടായിരുന്ന ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് ഈ തോറ്റ ട്രിപ്പിൾ അലയൻസിലുണ്ടായിരുന്ന രാഷ്ട്രങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കോളനികളെ വീതം വെച്ചെടുത്തു. ജർമ്മനിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരുവിധപ്പെട്ട എല്ലാ പ്രദേശങ്ങളെയും വിജയിച്ച രാഷ്ട്രങ്ങൾ വീതം വെച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അവിടെ വേഴ്സായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച സമയത്ത് ജർമ്മനിയുടെ കയ്യിലുണ്ടായിരുന്ന ഒട്ടുമിക്ക പ്രദേശങ്ങളെയും അവർ പിടിച്ചെടുത്ത ഒട്ടുമിക്ക പ്രദേശങ്ങളെയും ഈ വിജയിച്ച രാഷ്ട്രങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് വീതിച്ചെടുത്തു. അതിനുശേഷം the victorious for Germany was forced to pay huge amount as was indemnity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ തുക ജർമ്മനിയുടെ പേരിൽ യുദ്ധത്തിന്റെ നഷ്ടപരിഹാരമായി കെട്ടിവെച്ചു. ജർമ്മനിയുടെ വാർഷിക വരുമാനത്തിൽ 2% യുദ്ധത്തിന് ആർക്കൊക്കെ നഷ്ടം സംഭവിച്ചോ അവർക്കത് കൊടുക്കണം ജർമ്മനി. ഇവിടെ വെച്ച് ജർമ്മനിയെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പുവെപ്പിച്ചു. അപ്പൊ ഇനി അടുത്ത പറയുന്നത് ദാലൈസ് occupied the rich mines of Germany. ജർമ്മനിയുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഖനികളും പിടിച്ചെടുത്തു. ജർമ്മനി തോറ്റ രാഷ്ട്രമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തോറ്റ രാഷ്ട്രമാണ് ജർമ്മനി. ജർമ്മനിയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ട്രിപ്പിൾ അലയൻസിന് ലീഡർഷിപ്പ് കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ ഈ പരാജയം മുതലെടുത്തുകൊണ്ട് ജർമ്മനിയുടെ കയ്യിലുണ്ടായിരുന്ന ഖനികളെ എല്ലാം ഈ വിജയിച്ച രാഷ്ട്രങ്ങൾ സ്വന്തമാക്കി. ഇനി അതുകൂടാതെ യുദ്ധക്കുറ്റം മുഴുവനും ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ചു. അപ്പൊ ഇതിനി നിങ്ങൾക്ക് ഇനി പറയുന്ന ഒന്നുകൂടെ മനസ്സിലാക്കി വേണം നിങ്ങൾ ഇത് കേൾക്കാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തുടർച്ചയാണ് രണ്ടാം ലോക മഹായുദ്ധം. അപ്പൊ ഇവിടെ ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്. above all war guilt was imposed on Germany and was disarmed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. യുദ്ധക്കുറ്റം മുഴുവനും ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ജർമ്മനിയെ നിരായുധീകരണ രാഷ്ട്രമാക്കി മാറ്റുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിക്കരുത് എന്ന ഒരു നിയമം കൂടെ ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ചു. ഇനി ഇത് ജർമ്മനി അനുസരിച്ചോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ പഠിക്കും. എന്തായാലും യുദ്ധക്കുറ്റം മുഴുവനും ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ജർമ്മനിയുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിക്കുകയും ജർമ്മനിയെ നിരായുധീകരണ രാഷ്ട്രമാക്കി മാറ്റുകയും ചെയ്തു. ഇതിനുശേഷം പിന്നീട് ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം പൊതുവെയുള്ള അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായി വിജയിച്ച രാഷ്ട്രമാണെങ്കിൽ പോലും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് സാമ്പത്തികമായി പിന്നോട്ട് പോകേണ്ട വന്നു. വിജയിച്ച രാഷ്ട്രമായിരുന്നു ബ്രിട്ടനും ഫ്രാൻസും, പക്ഷെ അവർക്ക് സാമ്പത്തികമായി പിന്നോട്ട് പോകേണ്ടതായിട്ട് വന്നു. അപ്പൊ ഈ പിന്നോട്ട് പോകേണ്ടതായിട്ട് വന്ന സാഹചര്യത്തിൽ അവിടെ ഒരു പുതിയ രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ വലിയ വളർച്ചയാണ് നമ്മൾ കാണുന്നത്. അതാണ് ഇന്നത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അമേരിക്കയുടെ ഒരു വളർച്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതുവരെ പൈസയുടെ മൂല്യം അളക്കുന്ന ഒരു അളവുകോലായിരുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടന്റെ പൗണ്ട് ആയിരുന്നു. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഇന്ന് പൈസയുടെ മൂല്യം അളക്കാൻ വേണ്ടി നമ്മൾ മാധ്യമമായി എല്ലാ രാഷ്ട്രങ്ങളും ഉപയോഗിക്കുന്നത് അമേരിക്കൻ ഡോളറിനെയാണ്. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ പൈസയുടെ മൂല്യം അളക്കുന്ന അളവുകോലായി ബ്രിട്ടീഷ് പൗണ്ട് മാറുകയും, ബ്രിട്ടീഷുകാരുടെ നാണയത്തിന്റെ പേരാണ് പൗണ്ട്, ആ ബ്രിട്ടീഷ് പൗണ്ട് മാറുകയും അമേരിക്കൻ ഡോളർ
അമേരിക്കൻ ഡോളർ അളവുകോലായി മാറുകയും ചെയ്തു. അതാണ് പിന്നീട് അമേരിക്കയുടെ ഒരു വളർച്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. പിന്നീട് അമേരിക്കയ്ക്ക് ഒരു തകർച്ച ഉണ്ടായത് 1929 അമേരിക്ക ഒരു ക്രൈസിൽ പെടുന്നത്. അമേരിക്ക പെട്ടെന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വളർന്നു വന്നെങ്കിലും പിന്നീട് അമേരിക്ക പെട്ടെന്ന് ഒരു തകർന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. കാരണം ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരമാവധി അമേരിക്ക ലാഭമുണ്ടാക്കി. അമേരിക്ക ഡയറക്റ്റ് ആയിട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇടപെട്ടില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് അമേരിക്ക പല രീതിയിലും ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇടപെട്ട് പൈസ ഉണ്ടാക്കി. മരുന്ന് വിറ്റും അല്ലാതെ ആയുധങ്ങൾ നൽകിയും പല രീതിയിലും അമേരിക്ക സമ്പന്നരാവുകയാണ് ചെയ്തത്. എന്നാൽ ഇത്തരത്തിൽ സമ്പന്നരായ അമേരിക്ക പിന്നീട് 1929 നോക്കുമ്പോൾ അമേരിക്ക തകർന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അമേരിക്ക സാമ്പത്തികമായി അമേരിക്ക സമ്പന്നതയിൽ നിന്ന സമയത്ത് ഇഷ്ടം പോലെ പൈസ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കടം കൊടുക്കുകയുണ്ടായി. ഇഷ്ടം പോലെ പണം കടം കൊടുത്തു. ഇത് പിന്നീട് തിരിച്ചു കിട്ടാതായി. ഇത് കൂടാതെ പല റീസണുകളും അമേരിക്കയെ തകർത്ത പല കാരണങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പുസ്തകത്തിൽ തന്നെ പറയുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഇമ്പാക്ട്സ് ഓഫ് ദ എക്കണോമിക് ഡിപ്രഷൻ. 1929 അമേരിക്കയിൽ ആരംഭിച്ച സാമ്പത്തിക മാന്ദ്യം നല്ല രീതിയിൽ സാമ്പത്തികമായി മുന്നേറി വന്ന അമേരിക്കയിൽ പിന്നീട് 1929 സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. എന്താണ് അതിന്റെ കാരണങ്ങൾ എന്ന് അവിടെ 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് പീപ്പിൾ ഹു ബിക്കം എ പാപ്പർ ബിക്കോസ് ഓഫ് ദ വാർ കുഡിന്റ് അഫോർഡ് ദ കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോളങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന സാധനങ്ങൾ വാങ്ങാൻ സാധാരണക്കാർക്ക് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ കയ്യിൽ പൈസ ഇല്ലാതായി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇറക്കി കമ്പോളത്തിലെ സാധനങ്ങൾ ഒന്നും തന്നെ നമ്മൾ പഠിച്ചാണ്. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പണപ്പെരുപ്പവും പഠിച്ചാണ്. അവരുടെ കയ്യിൽ പണമില്ലാതായി. സാധനങ്ങൾ രണ്ടാമതായി പറയുന്ന പോയിന്റ് ഗുഡ്സ് വെയർ കെപ്റ്റ് അൺസോൾഡ് ദ ഫാക്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ ഫാക്ടറിയിൽ തന്നെ കെട്ടിക്കടന്നു. കാരണം വാങ്ങിക്കാൻ ആളില്ല. മൂന്നാമതായി പറയുന്നു യൂറോപ്യൻ നേഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെബ്റ്റ്സ് ടു ദ USA. യൂറോപ്യൻ രാജ്യങ്ങൾ ഇഷ്ടംപോലെ പൈസ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ നമ്മുടെ അമേരിക്കയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചായിരുന്നു. അമേരിക്ക ഇഷ്ടംപോലെ അങ്ങ് കൊടുത്തു, വാരിക്കോരി കൊടുത്തു. പക്ഷെ ഇപ്പൊ സംഭവിച്ചെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തിരിച്ചു കൊടുത്തില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ, പരാജയപ്പെട്ട രാജ്യങ്ങളും വിജയിച്ച രാജ്യങ്ങളും എല്ലാം അമേരിക്കയുടെ കയ്യിൽ നിന്ന് കണ്ടമാനം പൈസ വാങ്ങിച്ചു. പക്ഷെ ഇതൊന്നും തിരിച്ച് അമേരിക്കയ്ക്ക് കൊടുത്തില്ല. ഇത് അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാക്കി. അടുത്ത പറയുന്നത് ബാങ്ക്സ് കൊളാപ്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ തകർന്നു. ഇൻഫ്ലേഷൻ ബിക്കം അൺകൺട്രോളബിൾ. പണപ്പെരുപ്പ് നിയന്ത്രിക്കാൻ, പൈസയ്ക്ക് മൂല്യമില്ലാത്ത അവസ്ഥ, അത് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയായി. അടുത്ത പറയുന്നത് അക്യൂട്ട് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി. ഈ അമേരിക്കയിൽ തുടങ്ങിയ സാമ്പത്തിക മാന്ദ്യം പിന്നീട് തൊഴിലില്ലായ്മയിലും ദാരിദ്ര്യത്തിലും കൊണ്ടുവന്നെത്തിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിലൂടെ കണ്ടമാനം സമ്പത്ത് അമേരിക്ക സമ്പാദിച്ചുവെങ്കിൽ പിന്നീട് ലോകത്തൊരു സാമ്പത്തിക മാന്ദ്യത്തിന് തുടക്കവും അമേരിക്കയിൽ നിന്നാണ് തന്നെയാണ്. 1929 അമേരിക്കയിൽ സാമ്പത്തികമായി മാന്ദ്യമുണ്ടായി. അവരുടെ പൈസയ്ക്ക് മൂല്യമില്ലാത്തൊരവസ്ഥയുണ്ടായി. കമ്പോളത്തിൽ സാധനങ്ങൾ വിറ്റഴിക്കാൻ വയ്യാതെ വന്നു. അതുപോലെ തന്നെ മുതലാളി വർഗം, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കമ്പോളത്തിലേക്ക് പൈസ നിക്ഷേപിക്കാതിരിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് ലാഭം കിട്ടുന്നില്ല. ദാരിദ്ര്യമുണ്ടായി, തൊഴിലില്ലായ്മ ഉണ്ടായി. എല്ലാ രീതിയിലും അമേരിക്ക തകരുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. എന്നാൽ പിന്നീട് അമേരിക്ക വീണ്ടും സാമ്പത്തികമായി മുന്നോട്ട് വരുന്നത് 2ാം ലോക മഹായുദ്ധമാണ്. അമേരിക്ക ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അവരുടെ ആ ഒരു സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാൻ അവര് ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നത്. 1ാം ലോക മഹായുദ്ധത്തിലും 2ാം ലോക മഹായുദ്ധത്തിലും സാമ്പത്തിക നേട്ടം മൊത്തം അമേരിക്കക്കാരുടെ എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരുന്ന് കണ്ടമാനം ഇറക്കുമതി ചെയ്തു. അമേരിക്കയാണ് ഈ ലോകമഹായുദ്ധങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് വേണ്ടിയും അതേപോലെ തന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടിയും മരുന്ന് ഇറക്കുമതി ഏറ്റവും കൂടുതൽ ചെയ്ത അമേരിക്ക. അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രങ്ങൾക്കും ആയുധം ഇറക്കുമതി ചെയ്ത് കൊടുത്ത അമേരിക്കയാണ്. ഈ രീതിയിലെല്ലാം അമേരിക്ക ഇഷ്ടം പോലെ പൈസ സമ്പാദിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്നാൽ 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് സാമ്പത്തികമായ ഒരു തകർച്ച അവിടെ ഉണ്ടായി. അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 1ാം ലോക മഹായുദ്ധത്തിന്റെ റിസൾട്ടുകളും അതേപോലെ തന്നെ കോസസും. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഈ പാഠം, ഈ ഒരു പോർഷൻ ആവർത്തിച്ച് കേൾക്കുക. അടുത്ത ക്ലാസ്സിൽ 2ാം ലോക മഹായുദ്ധവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.